പ്ലസ് ടു മാത്തമാറ്റിക്സ് എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളന്ന് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. എല്ലാവരും ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y equal to f of x, x axis and the lines x equal to a and x equal to b is given by area a equal to integral a to b by dx. ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം വരുന്ന ഫോർമുലയാണ് ഇന്റഗ്രൽ a to b by dx എന്ന് പറയുന്ന കാര്യം. ഈ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് സിറ്റുവേഷനിലാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കർവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും, അത് y equal to f of x എന്ന് പറഞ്ഞ രൂപത്തിലായിരിക്കും. ആ കർവിനെ എക്സ് ആക്സിസ് കൊണ്ടും എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ ലൈൻ കൊണ്ടും എക്സ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ലൈൻ കൊണ്ടും ബൗണ്ട് ചെയ്യുകയാണ്. ആ ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന റീജിയൻ്റെ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്. ഇതിലെ എയും ബിയും എക്സ് എന്ന് പറയുന്നതിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ലൈൻ എക്സ് ഈക്വൽ ടു എ ആൻഡ് എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എന്ന് പറയുന്ന കാര്യം വരുന്നു. എക്സ് ഈക്വൽ ടു 1 എക്സ് ഈക്വൽ ടു 2 ആണ് വരുന്നതെങ്കിൽ ഇൻ്റഗ്രൽ 1 to 2 എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാം. ഈ ഒരു ഐഡിയ അപ്പോൾ തന്നെ ഒന്ന് ഓർമ്മയിൽ വെക്കുക നിങ്ങൾ. അപ്പോൾ നമുക്ക് ഏരിയയുടെ ഫസ്റ്റ് ഫോർമുല വരുന്നത് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് ആണ്. ഇതിൻ്റെ ഒരു ഫിഗർ ഞാൻ ലെഫ്റ്റ് സൈഡിൽ വരച്ചിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് ഒബ്സർവ് ചെയ്യൂ. ഇതാണ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ്. അവിടെ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഫോർമുല ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്ന് പറയുന്ന കാര്യമായിരിക്കും. രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ വൈ ആക്സിസ് ആൻഡ് ദ ലൈൻസ് വൈ ഈക്വൽ ടു സി ആൻഡ് വൈ ഈക്വൽ ടു ഡി ഈസ് ഗിവൺ ബൈ ഏരിയ എ ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി എക്സ് ഡി വൈ. ഇവിടെ നിങ്ങൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യൂ. ഈ ഒരു കർവാണ് എക്സ് ഈക്വൽ ടു ജി ഓഫ് വൈ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇതിനെ വൈ ഈക്വൽ ടു ഡി കൊണ്ടും വൈ ഈക്വൽ ടു സി കൊണ്ടും ബൗണ്ട് ചെയ്യാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ്. ഹൊറിസോണ്ടൽ സ്ട്രിപ്പുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ ഏരിയ കണ്ടെത്താനുള്ള ഫോർമുലയാണ് ഇൻ്റഗ്രൽ സി ടു ഡി എക്സ് ഡി വൈ. ഇവിടെ സിയും ഡിയും വൈ എന്ന് പറയുന്നതിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമുക്ക് ഇൻ്റഗ്രൽ കാണേണ്ടി വരിക, എക്സിൻ്റെ വേരിയേഷനാണ് നമ്മൾ ഉൾപ്പെടുത്തുക. വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് വരുന്നതെങ്കിൽ, ഹൊറിസോണ്ടൽ സ്ട്രിപ്പുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് വരിക. വേരിയേഷൻ എന്ന് പറയുന്ന കാര്യം സി ടു ഡി എന്ന് പറയുന്ന കാര്യം അത് വൈൻ്റെ വേരിയേഷൻ ആയിരിക്കും. ഇൻ്റഗ്രൽ കാണുക, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വേരിയേഷൻ വരുന്ന കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുക. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയം എങ്ങനെയാണോ ചെയ്തിരുന്നത് അതേ രീതിയിൽ ഏരിയ കണ്ടുപിടിക്കുക. ഇനി ഈ സെക്ഷൻസുകളിലെല്ലാം വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളെ കണക്ട് ചെയ്യാൻ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് ഫോർമുലാസുകളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു എക്സ് ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അടുത്ത ഫോർമുല നിർബന്ധമായി നിങ്ങൾ ഓർമ്മയിൽ വെക്കേണ്ട ഒരു ഫോർമുലയാണിത്. ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് 2/3 എക്സ് റൂട്ട് എക്സ് പ്ലസ് സി. ഈ ഒരു ഫോർമുല നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പല ചോദ്യങ്ങളും വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്തിട്ട് മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറ്റും. എന്തായാലും ഇവിടെ വരുന്ന ഫോർമുലാസുകൾ ഏരിയ കണ്ടുപിടിക്കാനുള്ളത് ഇൻ്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ്, അടുത്തത് ഇൻ്റഗ്രൽ സി ടു ഡി എക്സ് ഡി വൈ. പിന്നെ ഈ രണ്ട് ഫോർമുല ഇതിനോട് കൂടി ഒന്നുകൂടി നിങ്ങൾ അറ്റാച്ച് ചെയ്യുക. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1 പ്ലസ് സി. ഇത്രയും ഫോർമുലാസുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെയാണ് ഏരിയയുടെ ഫോർമുലാസുകൾ അപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകളുടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഫോർമുലാസുകൾ നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക. നമ്മളിനി ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എക്സ് ആക്സിസ് ആൻഡ് ദ ലൈൻസ് എക്സ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഈക്വൽ ടു 4 ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു കർവ്, അതിനെ എക്സ് ആക്സിസ് കൊണ്ടും എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ കൊണ്ടും എക്സ് ഈക്വൽ ടു 4 എന്ന ലൈൻ കൊണ്ടും ബൗണ്ട് ചെയ്യുകയാണ്. അങ്ങനെ ബൗണ്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന റീജിയൻ എന്ന് പറയുന്നതിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു റഫ് ഫിഗർ വരയ്ക്കുന്നത് ഇപ്പോഴും നല്ലതാണ്. ഞാൻ ഇതിൻ്റെ ഫിഗർ ഒന്ന് വരയ്ക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ആക്സിസ് എന്ന് പറയുന്ന ആശയത്തിൽ എക്സ് ആക്സിസും വൈ ആക്സിസും നമ്മൾ വരച്ചു വെച്ചു. നെക്സ്റ്റ് നിങ്ങൾ വരയ്ക്കേണ്ടത്
വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്നാണ്. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax ആണെങ്കിൽ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഒരു പരാബോളയാണ്. അപ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്ന ഒരു പരാബോളയാണ് കിട്ടുക. അത് വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞ് എഴുതുക. റഫായിട്ട് സ്കെച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ലൈൻ കൊണ്ട് ബൗണ്ട് ചെയ്യാണ്. എക്സ് ഈക്വൽ ടു 1 ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഇത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ലൈനാണെന്ന് എഴുതി വെക്കുക. അടുത്തത് എക്സ് ഈക്വൽ ടു 4 കൊണ്ട് ബൗണ്ട് ചെയ്യുക. എന്തായാലും 1 കഴിഞ്ഞിട്ടേ 4 വരുള്ളൂ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മറ്റൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അത് എക്സ് ഈക്വൽ ടു 4 ആണെന്ന് പറഞ്ഞ് എഴുതുക. അപ്പോൾ നമ്മളിതിനെ ആ രണ്ട് ലൈനുകൾ കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിസ് കൊണ്ട് ബൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെയാണ് എക്സ് ആക്സിസ് കൊണ്ടുള്ള ബൗണ്ടിങ് വരിക. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള കാര്യം മാത്രമേ നമുക്ക് കാണേണ്ടതുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് തന്നിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴത്തെ ഭാഗം കൂടി നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ മുകളിലത്തെ ഏരിയ കണ്ടുപിടിക്കും, എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, നമ്മൾക്ക് സ്ട്രിപ്പ് എടുക്കാൻ സൗകര്യമായിട്ട് വരുന്നത് എന്താണ്? വെർട്ടിക്കൽ സ്ട്രിപ്പാണ്. ഈ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എൻഡ് എന്ന് പറയുന്നത് കർവിൻ്റെ മുകളിലാവണം, മറ്റേ എൻഡ് ആക്സിസിൻ്റെ മുകളിലാവണം. അത് എക്സ് ആക്സിസിലോ അല്ലെങ്കിൽ വൈ ആക്സിസിലോ. ഇവിടെ സൗകര്യം എന്ന് പറയുന്നത് എന്താ? ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കിട്ടുന്നത്. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇന്റഗ്രൽ a to b y dx. ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇന്റഗ്രൽ a to b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാരിയേഷൻ ആണ്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 1 ആണ്, ഇവിടെ എക്സ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇന്റഗ്രൽ 1 to 4 y dx ആണ് എഴുതേണ്ടത്. വൈ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് y എന്ന് പറയുന്നത് റൂട്ട് എക്സ് ആണ് എന്നുള്ള ആശയം പറയാം. പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് പോസിറ്റീവ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വരും? റൂട്ട് എക്സ് ഡി എക്സ്. നമുക്കറിയാം ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഇൻഡെഫിനിറ്റിനെ കുറിച്ച് ആലോചിക്കണം. ഇൻഡെഫിനിറ്റ് ആലോചിക്കുമ്പോൾ ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് ആണ്. ഞാൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്. നേരെ ഫോർമുല ഞാൻ അപ്ലൈ ചെയ്യാണ്. 2/3 എക്സ് റൂട്ട് എക്സ് പ്ലസ് സി ഇവിടെ ആവശ്യമില്ല, നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓവർ ദ ലിമിറ്റ് 1 to 4. ആദ്യം നമ്മൾ 4 എന്ന് പറയുന്ന വാല്യൂ എക്സിന് കൊടുക്കുകയാണ്. അപ്പോൾ 2/3 ഇൻറ്റു 4√4 മൈനസ് അടുത്തത് 1 അപ്ലൈ ചെയ്യാണ്. 2/3 ഇൻറ്റു 1√1 വിച്ച് ഇസ് ഈക്വൽ ടു √4 എന്ന് പറയുന്നത് 2 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 വരും. 8 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16. അപ്പോൾ 16/3 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇടം വരുന്നു. മൈനസ് 2/3 ഇൻറ്റു 1 ഇൻറ്റു 1 ആണ് വരിക, 2/3 തന്നെ, വിച്ച് ഇസ് ഈക്വൽ ടു 14/3. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആൻഡ് ദ ലൈൻസ് y ഈക്വൽ ടു 2, y ഈക്വൽ ടു 4 ആൻഡ് ദ y ആക്സിസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്ന് പറയുന്ന ഒരു കർവിനെ y ഈക്വൽ ടു 2 കൊണ്ടും y ഈക്വൽ ടു 4 കൊണ്ടും y ആക്സിസ് കൊണ്ടും ബൗണ്ട് ചെയ്യാണ്. അങ്ങനെ വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രം നിൽക്കുന്നതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമ്മളിതിൻ്റെ റഫായിട്ടുള്ള ഒരു ഐഡിയ വരയ്ക്കുകയാണ്. ആക്സിസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ കർവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ay എന്ന് പറഞ്ഞ രൂപത്തിലാണ്, ഒരു പരാബോളയാണ്. അപ്പോൾ ഞാൻ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്ന് പരാബോള റഫായിട്ടൊന്ന് സ്കെച്ച് ചെയ്യാണ്. ഇത് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y ആണ് എന്ന് പറഞ്ഞ എഴുതാണ്. ഇനി y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ലൈൻ വരയ്ക്കണം. ഹൊറിസോണ്ടൽ ലൈൻ ആണ് y ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരിക. ഇത് ടച്ച് ചെയ്യേണ്ടത് 2-ലായിരിക്കണം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കാം. ഇത് y ഈക്വൽ ടു 2 ആണെന്ന് എഴുതുക. അടുത്തത് y ഈക്വൽ ടു 4, 2 കഴിഞ്ഞിട്ടാണ് 4 വരിക. അപ്പോൾ ജസ്റ്റ് മുകളിലായിട്ട് എന്ത് ചെയ്യുക? y ഈക്വൽ ടു 4 എന്ന് പറയുന്ന ഒരു ലൈൻ വരയ്ക്കാം. ഇനി y ആക്സിസ് പ്രത്യേകം വരയ്ക്കേണ്ടതില്ല, നമ്മൾ വരച്ചു കഴിഞ്ഞതാണ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീജിയൻ ആണ് നമുക്ക് ഏരിയ ആയിട്ട് കണ്ടെത്താൻ വേണ്ടി വരുന്നത്. ഇവിടെ ഏറ്റവും എളുപ്പം എന്താണ്? ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുക എന്ന് പറയുന്നതാണ്. നോക്കൂ, നിങ്ങൾ ശ്രദ്ധിക്കുക, കർവിൻ്റെ മുകളിലാണ് ഒരു എൻഡ്, മറ്റേ എൻഡ് y ആക്സിസിൻ്റെ മുകളിലാണ്. അപ്പോൾ ആ സ്ട്രിപ്പ് എടുത്തു എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി പറയാൻ പറ്റുകയുള്ളൂ. ഇത് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ c to d x dy വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഇവിടെ വൈൻ്റെ വാരിയേഷൻ 2 മുതൽ 4 വരെയാണ്. ഇന്റഗ്രൽ 2 to 4. ഇവിടെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ 2 to 4 ആണ് വാരിയേഷൻ വരുന്നത്. ഇനി എക്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4y എന്നാണ് കർവ് തന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ എക്സ് എഴുതുമ്പോൾ
√4y എന്ന് പറഞ്ഞ കാര്യം വരും. അതായത് 2√y. ഫസ്റ്റ് ക്വാഡ്രന്റിലായതുകൊണ്ട് പോസിറ്റീവ് വേസ് മാത്രം എടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ വരുന്നത് 2√y dy. 2 എന്ന് പറയുന്നത് ഇന്റഗ്രലിന്റെ പുറത്തേക്ക് നിർത്തുകയാണ്. 2 × ഇന്റഗ്രൽ 2 to 4 √y dy. തൊട്ട് മുന്നത്തെ ക്വസ്റ്റിൽ നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ √x dx എന്ന് പറയുന്ന കാര്യം. അതേപോലെ തന്നെയാണ് ഇവിടെയും എന്ത് വരുന്നത്, ഇന്റഗ്രൽ √y dy എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. നേരിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമുല അപ്ലൈ ചെയ്യാം. 2 ഫോർമുലയിൽ വരുന്നത് 2/3 × y√y ഓവർ ദ ലിമിറ്റ് 2 to 4 which is equal to 2 × 2/3. അത് ഞാൻ 4 അപ്ലൈ ചെയ്യാണ്. 4 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4√4 മൈനസ് 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 2/3 2 × √2. അതിനെ ഒന്നും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെയും 2/3 ഉണ്ട്, ഇവിടെയും 2/3 ഉണ്ട്. ഞാൻ ആ കാര്യത്തിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഓൾറെഡി ഒരു 2 പുറത്തുണ്ട്. അപ്പോൾ ഈ 2/3 കൂടി പുറത്തേക്ക് വരുമ്പോൾ നമുക്കതിനെ 4/3 എന്ന് പറഞ്ഞ് എഴുതാം. ഇൻറ്റു ഇവിടെ 4 ഉണ്ട്, ഇവിടെ അങ്ങനെ 2 ഉണ്ട്. അപ്പോൾ 4 × 2 എന്ന് പറഞ്ഞാൽ 8 വരും. മൈനസ് 2/3 ഔട്ട് സൈഡ് പോയി. ഇവിടെ ഒരു 2 ഉണ്ട്, ഒരു √2 ഉണ്ട്. 2√2. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. Find the area of the region bounded by the curve y = x² and the line y = 4. y = x² എന്ന് പറയുന്ന ഒരു കർവിനെ y = 4 കൊണ്ട് ബൗണ്ട് ചെയ്യുകയാണെങ്കിൽ വരുന്ന റീജിയന്റെ ഏരിയ എന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടെത്തണം. ഇതിന്റെ റഫ് ഐഡിയ ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. ആക്സിസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് വെക്കുന്നു. അടുത്തത് കർവ് എന്ന് പറയുന്ന കാര്യം വരയ്ക്കണം. y = x² ആണ്. അതായത് x² = 4ay എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ മുകളിലേക്ക് തുറന്നു കിടക്കുന്ന രീതിയിലാണ് നമ്മൾ എന്ത് വരിക, പരാബോള വരിക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് പരാബോള എന്ന് പറഞ്ഞ കാര്യം വരയ്ക്കേണ്ടത്. ഇത് y = x² എന്ന് പറയുന്ന കാര്യം. ഇതിനെ y = 4 കൊണ്ട് ബൗണ്ട് ചെയ്യാണ്. നമുക്കറിയാം y = 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ലൂടെ കടന്നു പോകുന്ന ഒരു ഹൊറിസോണ്ടൽ ലൈനാണ്. അപ്പോൾ y = 4 കൊണ്ട് ബൗണ്ട് ചെയ്യും. നമുക്ക് വേണ്ടത് ആ ഒരു ലൈൻ കൊണ്ട് ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയാണ് കണ്ടെത്താനുള്ളത്. ഇത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ശരിക്കും നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞ ഫോർമുല വരുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആയതുകൊണ്ട് ഇന്റഗ്രൽ c to d x dy. നമ്മുടെ റിക്വയർഡ് ഏരിയ RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടാക്കി എഴുതാണ്. റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത് 2 × ഇന്റഗ്രൽ, ഇവിടെ c എന്ന് പറയുന്നത് 0 ആണ് വരുന്നത്, d എന്ന് പറയുന്നത് 4 ആണ് വരുന്നത്. അപ്പൊ ലിമിറ്റ് വരുന്നത് 0 to 4. x എന്ന് പറയുന്ന കാര്യം y = x² ആണ്. അവിടെ നിന്ന് x എഴുതിയാൽ എന്ത് വരുന്നു, √y dy which is equal to 2 × ഇന്റഗ്രൽ √y dy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 y√y ഓവർ ദ ലിമിറ്റ് 0 to 4 which is equal to 2 × 2/3 × 4√4 മൈനസ് 2/3 × 0 × √0. ഈ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആവും. അപ്പം ഇനി നമ്മളത് എഴുതേണ്ടതില്ല. ഫസ്റ്റ് ടൈമിലേക്ക് വരുമ്പോൾ ഇവിടെ 4 ഉണ്ട്, ഇവിടെ ഒരു 2 വരും, ഇവിടെ ഒരു 2 വരും. 4 × 2 8, 8 × 2 16 വരും. 16 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 വരും. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ 32/3. നാലാമത്തെ ചോദ്യം നമുക്ക് ചെയ്യാനുള്ളത്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പരാബോള y² = 4x ബൗണ്ടഡ് ബൈ ഇറ്റ്സ് ലാറ്റസ് റെക്ടം. y² = 4x എന്ന് പറയുന്ന ഒരു പരാബോള, അതിനെ അതിന്റെ ലാറ്റസ് റെക്ടം കൊണ്ട് ബൗണ്ട് ചെയ്യുകയാണെങ്കിൽ വരുന്ന ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന്റെ റഫ് ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് നമ്മൾ പോവാണ്. y² = 4x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തുറന്നു കിടക്കുന്ന രീതിയിലാണ്. നമ്മൾ കർവ് എന്ന് പറഞ്ഞ കാര്യം സ്കെച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് പരാബോളയുടെയും ലാറ്റസ് റെക്ടം എന്ന് പറയുന്ന കാര്യം x = a എന്ന് പറയുന്ന ലൈനാണ്. നമുക്കറിയാം ഏത് പരാബോളയുടെയും ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് ആ പരാബോളയുടെ ഫോക്കസിലൂടെ കടന്നു പോകുന്നതും 2 എൻഡുകൾ പരാബോളയുടെ മുകളിൽ ഉള്ളതുമായ ലൈനാണ്. അപ്പോൾ ഈ ഒരു പരാബോള എന്ന് പറയുന്നതിന് ഒരു ഫോക്കസ് ഉണ്ടായിരിക്കും. ജസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാണ്. ഇത് A0 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇതിലൂടെ കടന്നു പോവുകയും കൂടാതെ 2 എൻഡുകളും കർവിന്റെ മുകളിലായിരിക്കുകയും വേണം. ഞാൻ അതിനെ L എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു ലൈനാണ് എന്തായിട്ട് വരുന്നത്, ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞ കാര്യമായിട്ട് വരുന്നത്.
ഈ ലാറ്റസ് റെക്ടം കൊണ്ട് ബൗണ്ട് ചെയ്യുമ്പോൾ വരുന്ന ഭാഗത്തിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയാണ് കണ്ടെത്താനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, ഒരു ഭാഗത്തിന്റെ ഏരിയ അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ അവിടെ സ്ട്രിപ്പുകൾ എടുക്കുന്നത്, നമ്മളിവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് വരയ്ക്കുന്നത്. ഒരു എൻഡ് കർവിന്റെ മുകളിലുണ്ട്, മറ്റേ എൻഡ് ഇവിടെ കിടക്കുന്നുണ്ട്, എക്സ് ആക്സിന്റെ മുകളിലുണ്ട്. അപ്പോൾ ഏരിയ എന്ന് പറയുന്ന കാര്യം ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്. ഇതിൽ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകുമ്പോൾ 2 ഇൻറ്റു ഇൻ്റഗ്രൽ, ഇവിടെ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0 ആണ്, ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ എ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു എ വൈ ഡി എക്സ് ആണ് എഴുതേണ്ടത്. വൈ സ്ക്വയർ ഈക്വൽ ടു 4ax നിന്ന് വൈ എന്ന് പറയുന്ന കാര്യം നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ റൂട്ട് 4ax ആണ് വരിക. അതായത് 2 റൂട്ട് എ ഇൻറ്റു റൂട്ട് എക്സ്. ഇതിന്റെ റൂട്ട് 2 വരും, ഇതിന്റെ റൂട്ട് അതുപോലെ എഴുതിയിട്ടുണ്ട്, ഇതിന്റെ റൂട്ട് അതുപോലെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്യാണ്. 2 റൂട്ട് എ റൂട്ട് എക്സ് ഡി എക്സ്. ഇതിൽ 2 റൂട്ട് എ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഇന്റഗ്രലിനെ പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 4 റൂട്ട് എ ഇന്റഗ്രൽ 0 ടു എ റൂട്ട് എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് ഫോർമുല ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 2/3 എക്സ് റൂട്ട് എക്സ് ഓവർ ദ ലിമിറ്റ് 0 ടു എ which is equal to 4 root a into 2/3 a അപ്ലൈ ചെയ്യുമ്പോൾ a റൂട്ട് a മൈനസ് 2/3 into 0 into root 0. 0 ആയതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് ടൈം എന്ന് പറയുന്ന കാര്യം എന്തായി, നമുക്ക് ഒഴിവാക്കി നിർത്താം. അതായത് 0 ആണ് ആൻസർ കിട്ടുകയുള്ളൂ. ഫസ്റ്റ് ടൈമിന്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന കാര്യമുണ്ട്, പുറത്തൊരു 4 എന്ന് പറയുന്ന കാര്യമുണ്ട്, അപ്പോൾ 8 ആയിട്ടുണ്ട്. ഇവിടെ ഒരു എ ഉണ്ട്, റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ വരും. അതായത് 8 എ സ്ക്വയർ ബൈ 3. ശ്രദ്ധിക്കുക, 4 ഇൻറ്റു 2 8 വരും. റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറഞ്ഞാൽ എ ആണ്, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ വരും. ഡിനോമിനേറ്ററിൽ ഒരു 3 ഉണ്ട്, ആ 3 അതുപോലെ നിർത്തിയിട്ടുണ്ട്. അത്രയും സ്ക്വയർ യൂണിറ്റ് ആണ് നമുക്ക് എന്ത് പറയാ, ഏരിയ എന്ന് പറഞ്ഞ കാര്യം പറയാൻ പറ്റുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y സ്ക്വയർ ഈക്വൽ ടു 9x and the lines x equal to 2, x equal to 4 and the x-axis in the first quadrant. y square equal to 9x എന്ന് പറയുന്ന ഒരു കർവിനെ x equal to 2 കൊണ്ടും x equal to 4 കൊണ്ടും x-axis കൊണ്ടും ബൗണ്ട് ചെയ്യാണ്. ആ വരുന്ന റീജിയണിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഉൾപ്പെടുന്ന ഭാഗത്തിന്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കണം. റഫ് ഫിഗറിലേക്ക് ഒന്ന് നമ്മൾ പോവുകയാണ്. y സ്ക്വയർ ഈക്വൽ ടു 9x, അതായത് y സ്ക്വയർ ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അപ്പോൾ റൈറ്റിലേക്ക് ഓപ്പൺ ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് അതിന്റെ ഫിഗർ വരയ്ക്കേണ്ടത്. ഇത് y സ്ക്വയർ ഈക്വൽ ടു 9x ആണെന്ന് വിചാരിക്കുക. ഇനി x ഈക്വൽ ടു 2 കൊണ്ട് ബൗണ്ട് ചെയ്യണം. ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക, അത് x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എഴുതുക. അടുത്തത് x ഈക്വൽ ടു 4. ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് റഫായിട്ട് നമ്മൾ അടുത്തൊരു ലൈൻ വരയ്ക്കുക. ഇതാണ് x ഈക്വൽ ടു 4 എന്ന് പറയുന്ന കാര്യം വരുന്നത്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഭാഗത്തിന്റെ ഏരിയ മാത്രം മതി. അപ്പോൾ ഈ ഒരു പോർഷന്റെ ഏരിയയാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഇവിടെ നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നത് ഇന്റഗ്രൽ എ ടു ബി വൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സിന്റെ വാരിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്, ഇവിടെ വരുമ്പോൾ 4 ആണ്. അപ്പോൾ 2 to 4 വൈ ഡി എക്സ്. വൈ സ്ക്വയർ എന്ന് പറയുന്നത് 9x ആണെങ്കിൽ y എന്ന് പറയുന്നത് റൂട്ട് 9x, അതായത് 3 റൂട്ട് എക്സ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് 3 റൂട്ട് എക്സ് ഡി എക്സ്. 3 എന്ന് പറയുന്നതിനെ ഞാൻ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് നിർത്തി. ബാക്കി ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് ആണ്. അതിന് ഫോർമുല ഉണ്ട് 2/3 എക്സ് റൂട്ട് എക്സ് ഓവർ ദ ലിമിറ്റ് 2 to 4. ആദ്യം നമ്മൾ 4 അപ്ലൈ ചെയ്യാണ്. 3 ഇൻറ്റു 2/3 ഇൻറ്റു 4 റൂട്ട് 4 മൈനസ് 2/3 ഇൻറ്റു 2 റൂട്ട് 2 which is equal to 2/3 എന്ന് പറയുന്നത് രണ്ടിലും കോമൺ ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അത് ടൈമിൽ ഞാൻ പുറത്തേക്ക് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നത് 3 ഇൻറ്റു 2/3. ഇവിടെ 4 ഉണ്ട്, ഇവിടെ ഇങ്ങനെ 2 ഉണ്ട്, 8 മൈനസ് ഇവിടെ ഇങ്ങനെ 2/3 ഔട്ട് സൈഡ് പോകുന്ന കഴിഞ്ഞു. പിന്നെ 2 റൂട്ട് 2 ആണ് ബാക്കിയുള്ളത്. അത് അതുപോലെ തന്നെ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 2 എന്ന് പറയുന്ന കാര്യം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 മൈനസ് 4 റൂട്ട് 2 സ്ക്വയർ യൂണിറ്റ് എന്ന് പറഞ്ഞ് ആൻസർ എഴുതാം. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y ഈക്വൽ ടു മോഡുലസ് എക്സ് ബിറ്റ്വീൻ x ഈക്വൽ ടു -2 ആൻഡ് x ഈക്വൽ ടു 2.
അപ്പോൾ y ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞ കർവിനെ എക്സ് ഈക്വൽ ടു -2 കൊണ്ടും എക്സ് ഈക്വൽ ടു 2 കൊണ്ടും ബൗണ്ട് ചെയ്യുന്ന റീജിയന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഫിഗറിലേക്ക് ഒന്ന് പോവുകയാണ്. y ഈക്വൽ ടു മോഡുലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് വി ഷേപ്പ് ഗ്രാഫാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ അതിന്റെ ഗ്രാഫ് ഒന്ന് അവിടെ സ്കെച്ച് ചെയ്ത് വെച്ചു. ഇനി എക്സ് ഈക്വൽ ടു -2 കൊണ്ട് ബൗണ്ട് ചെയ്യണം. എക്സ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, -2 ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. എക്സ് ഈക്വൽ ടു -2. അടുത്തത് എക്സ് ഈക്വൽ ടു 2, റൈറ്റ് സൈഡിൽ 2 ടച്ച് ചെയ്യുന്ന രീതിയിൽ റഫായിട്ട് വരച്ചാൽ മതി. 2 എന്ന് പറഞ്ഞ പോയിന്റ് ഒന്നും നമ്മൾ മാർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് വരച്ചാൽ മതി. എക്സ് ഈക്വൽ ടു 2. നമുക്ക് വേണ്ടത് ഇതിന്റെ ഇടയിലുള്ള ഭാഗത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ഒരു ഭാഗത്തിന്റെ ഏരിയയും നമുക്ക് കണ്ടുപിടിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ശരിക്ക് ഈ ഒരു ഭാഗത്തിന്റെ ഏരിയ എന്താണോ അതേ ഏരിയ തന്നെയാണ് ഈ ഒരു ഭാഗത്തിന് വരിക. അപ്പോൾ നമ്മൾ 2 ഇൻറ്റു എന്ന് പറഞ്ഞ ആശയത്തിൽ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരുന്ന ഭാഗത്തിന്റെ ഏരിയ ഇൻറ്റു 2 എന്ന് പറഞ്ഞ ലോജിക്ക് ചെയ്താൽ മതി. ഇവിടെ എന്തായാലും നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുകയാണ് ഏറ്റവും എളുപ്പം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b y dx. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്ന കാര്യം 2 ഇൻറ്റു ഇന്റഗ്രൽ a to b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയിന്റ് 0 ആണ്, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to 2 y dx ആണ് എഴുതേണ്ടത്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാര്യത്തിന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ, അതായത് എക്സിന്റെ വില 0ന്റെ മുകളിലേക്ക് വരുന്ന സമയങ്ങളിലെല്ലാം എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ നമുക്കിവിടെ എഴുതേണ്ടത് എന്താണ്, എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇന്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക, എക്സിന്റെ പവറിൽ 1 കൊടുക്കും, അതായത് x⁻1. ഇന്റഗ്രൽ x⁻1 ഡി എക്സ് ആണ് വരുന്നതെങ്കിൽ x²/2, കാരണം x⁻n ആണെങ്കിൽ x⁻n+1 ഡിവൈഡഡ് ബൈ n+1. അതുകൊണ്ട് തന്നെ നേരിട്ട് നമ്മൾ അതിന്റെ ഇന്റഗ്രേഷൻ ചെയ്യാണ്. അപ്പോൾ ഇന്റഗ്രൽ x⁻1 dx ആണ് വരിക. x²/2 ആൻസർ വരും ഓവർ ദ ലിമിറ്റ് 0 to 2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു ആദ്യം 2 അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ 2² വരും, അതായത് 4/2 മൈനസ് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 0² 0 ആണ്, 0/2 വരും. ഈ ടൈം 0 ആയിട്ട് പോകും. ഇവിടെ 2 ഇൻറ്റു 4/2 എന്ന് പറഞ്ഞാൽ 8/2 ആണ്. 8/2 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 4 വരും. അപ്പോൾ 4 സ്ക്വയർ യൂണിറ്റ് ആണ് അതിന്റെ ഫൈനൽ ആൻസർ ആയിട്ട് നിലനിൽക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതേ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി വരുന്ന എക്സാമിനേഷന് സാധ്യത കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ഇതേ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾ നല്ലതുപോലെ ഒന്ന് ചെയ്ത് പഠിക്കുക. അതുപോലെ ഇതേപോലെ കൂടുതൽ മോഡൽസുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് പഠിച്ചു വെക്കുക. നമ്മളൊരു ക്ലാസ് കൂടി അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ നമ്മൾ മൊത്തം ഏരിയ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനും അല്ലാതെ നമ്മൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യവും, വളരെ കുറച്ച് ചോദ്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ, 4-5 ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ക്ലാസ് കൂടി അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ ഉണ്ടായിരിക്കും. അപ്പോഴേക്കും നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസുകളെല്ലാം നല്ലതുപോലെ ചെയ്തു പഠിക്കുക. നമ്മൾ +2 ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സസ് എന്ന് പറയുന്നതിൽ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറേയധികം ക്വസ്റ്റ്യൻസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെ അതിലുള്ള ക്വസ്റ്റ്യൻസുകൾ കൂടി ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ വരുന്ന 6 മാർക്കിൻ്റെ ചോദ്യം മുഴുവനായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.